കോഴിക്കോട് ഫറോക്കിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിനെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികളെ പിടികൂടാനായില്ല. ആക്രമണത്തിൽ തലക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഫറോക്ക് സ്വദേശി അരുൺകുമാർ ചികിത്സയിൽ തുടരുകയാണ്. സഹോദരങ്ങളായ ഉജ്ജൽ, സായുജ് എന്നിവരാണ് ശനിയാഴ്ച അർദ്ധരാത്രി പുറ്റക്കാട് മദ്രസക്ക് സമീപത്ത് വെച്ച് അരുണിനെ ആക്രമിച്ചത്. കരാട്ടെ അധ്യാപകരായ ഇരുവരും നഞ്ചക്ക് വീശി നടത്തിയ ആക്രമണത്തിൽ അരുണിൻ്റെ തലയിൽ വലിയ മുറിവേൽക്കുകയും മൂക്കിൻ്റെ എല്ല് പൊട്ടുകയുമായിരുന്നു. അരുണിൻ്റെ സുഹൃത്തുക്കൾ ഓടിയെത്തിയതോടെയാണ് അക്രമി സംഘം ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. പുറകിൽ നിന്ന് എൻ്റെ ഒരു ബുള്ളറ്റ് വന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് ബ്ലോക്ക് ചെയ്യുകയും ആ ബൈക്കിൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ചാടുകയും നെഞ്ചക്കെന്ന് ആയുധം വെച്ചിട്ട് എന്നെ തല്ലുകയാണ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പിറകിൽ 2 അടി അടിച്ച് രണ്ടാമത്തെ അടിയിൽ ഹെൽമെറ്റ് തെറിച്ചു പോയി. പിന്നെ 3 അടികളാണ് എൻ്റെ തലയിലെ പിൻവശത്തായിട്ട് വന്നത്. പിന്നെ ഒരടി മൂക്കും കൂട്ടിയിട്ട് ഇങ്ങനെ ക്രോസിലാണ് വന്നത്. വിവാഹാഘോഷത്തിൽ പങ്കെടുത്ത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഘം അരുണിനെ ആക്രമിച്ചത്. അക്രമി സംഘവും അരുണിൻ്റെ പിതാവും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കിയെങ്കിലും മുൻ വൈരാഗ്യം വെച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് അരുണിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. ആക്രമണത്തിനുപയോഗിച്ച നഞ്ചക്കും വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച പ്രതികളുടെ ബൈക്കും ഫറോക്ക് പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മീഡിയ 1 കോഴിക്കോട്.